ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സ് എംപയർ എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പിൻ്റെയും അതുപോലെ തന്നെ കാറ്റ്സ് എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത എയർ ഡ്രോപ്പ്, അതിൻ്റെ വിഡ്രോവൽ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. എക്സ് എംപയറിൽ നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് എയർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണക്റ്റ് വാലറ്റ്, അതെങ്ങനെയെന്ന് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, വാലറ്റ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ കൂടി നമ്മളതിൽ നടത്തണം, എന്നാൽ മാത്രമേ എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഡോഗ്സ് എന്ന് പറഞ്ഞ എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ തന്നെ നമുക്ക് സ്വാപ്പ് ചെയ്ത് ടോണാക്കി മാറ്റാം. എന്നിട്ട് ചെറിയൊരു ട്രാൻസാക്ഷൻ ഇതിലേക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ എൻ്റെ വാലറ്റിലൂടെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ കാറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ വിഡ്രോവൽ ഓപ്ഷൻ അല്ലെങ്കിൽ വാലറ്റ് ലിങ്ക് ചെയ്യാനുള്ള എക്സ്ചേഞ്ചുകളുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. എക്സ് എംപയർ എന്ന് പറയുന്ന എയർ ഡ്രോപ്പിൻ്റെ ലാസ്റ്റ് ദിവസം 30 സെപ്റ്റംബർ നാളെയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആകുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എയർ ഡ്രോപ്പ് സ്റ്റോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഒരു ഓപ്ഷൻ, ഇതിൽ നമ്മളിപ്പോൾ എയർ ഡ്രോപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, സെൻഡ് ട്രാൻസാക്ഷൻ മേക്ക് എ ടോൺ ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ എയർ ഡ്രോപ്പ് കിട്ടിയ ഡോഗ്സ് ടോക്കണാണ് ചെയ്യുന്നത്. ഡോഗ്സ് ടോക്കൺ ടോണായിട്ട് മാറ്റാൻ പോവുകയാണ്. കുറച്ച് ഏകദേശം 0.5 ടോൺ ടോക്കണാണ് അതിൽ ട്രാൻസാക്ഷന് വേണ്ടത്. ഞാൻ ആകെ ചെയ്യുന്നത് ഇവിടെ സ്വാപ്പ് ചെയ്യുക. എൻ്റെ ഇപ്പോൾ മൈ ടോൺ വാലറ്റാണ്. സ്വാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം USDT ടോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. സ്വാപ്പിൽ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ആരോ പ്രസ് ചെയ്യുക. അതിനുശേഷം USDTയുടെ സ്ഥാനത്ത് നിന്ന് ഡോഗ്സ് എടുക്കുക. ഓക്കെ, ഒരു 5000 ഡോഗ്സ് അടിച്ചു നോക്കാം. എനിക്ക് ഏകദേശം 17,500 ഡോഗ്സ് ഉണ്ട്. 7.72 ടോൺ നമുക്ക് കിട്ടുന്നുണ്ട്. 4000 അടിക്കാം. 0.5 ടോണെങ്കിലും നമുക്ക് വേണം. ഓക്കെ, ഓതറൈസ്. അതുപോലെ തന്നെ ഫീ 44.91 ഡോഗ്സും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓതറൈസ് ഡോഗ്സ് കൊടുക്കുക. ഓക്കെ, ഒരു ബോട്ട് ഓപ്പൺ ആവും. അതിൽ നിന്ന് ആക്സെപ്റ്റ് കൊടുക്കുക. ദെൻ റിട്ടേൺ ടു മൈ ടോൺ വാലറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ സ്വാപ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. 6000 ഡോഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം മിനിമം 0.5 ടോണെങ്കിലും നമുക്ക് വേണം ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്വാപ്പിംഗ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാനിപ്പോൾ സ്വാപ്പ് ചെയ്ത് ടോണാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 0.75 ടോൺ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോഗ്സ് കോയിൻ കിട്ടിയ ആളുകൾ ഇതുപോലെ ചെയ്യുക. ഇല്ലാത്ത ആളുകൾ സ്വാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പോൾ അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ മേക്ക് എ ടോൺ ട്രാൻസാക്ഷൻ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് മേക്ക് എ ടോൺ ട്രാൻസാക്ഷൻ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ലിങ്ക് ചെയ്ത ആ ഒരു വാലറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈ ടോൺ എമൗണ്ട് 0.5 ടോൺ ഈ ഒരു റിസീവിങ് അഡ്രസ്സിലേക്ക് പോകുമെന്ന് കാണിക്കുന്നുണ്ട്. സെൻഡ് കൊടുക്കുക. ഓക്കെ, കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സ്ക്രോൾ ഡൗൺ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ ഈ സ്ക്രീൻ മാറ്റരുത്. സെൻഡ് ട്രാൻസാക്ഷൻ വെയിറ്റിംഗ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആ സെക്ഷൻ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് ടോൺ എന്ന് പറഞ്ഞ ആ സെക്ഷനിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് മുകളിൽ കോയിൻസ് 168 മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ എക്സ്ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ 4 എക്സ്ചേഞ്ചുകൾ കാണിക്കുന്നുണ്ട്. ബിറ്റ്ഗെറ്റ്, ഗേറ്റ്, ബൈബിറ്റ് ആൻഡ് ക്യൂകോയിൻ. ഞാനിപ്പോൾ ക്യൂകോയിൻ ആണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. കാരണം ബൈബിറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, ഇന്ത്യയിൽ ബാൻഡ് ആണത്. ഗേറ്റ് കിട്ടുന്നുണ്ട്. ബിറ്റ്ഗെറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യൂകോയിൻ തന്നെ ചെയ്യാം. ക്യൂകോയിനിൽ പ്രസ് ചെയ്തിട്ട് സെൻഡ് ഹിയർ എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു യു ഹാവ് എ ക്യൂകോയിൻ അക്കൗണ്ട് എന്ന് കാണിക്കും. ഐ ഹാവ് ഇറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ക്യൂകോയിൻ ഓപ്പൺ ചെയ്തിട്ട് UID ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും, അതിൽ കാണിക്കുന്ന ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതെടുത്ത് എന്നേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ഏറ്റവും മുകളിൽ പ്രൊഫൈൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ UID എന്ന് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ID ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ദെൻ സെൻഡ് ഹിയർ കൊടുക്കുക. അത് കഴിയുമ്പോൾ യു ആർ എലിജിബിൾ പറഞ്ഞിട്ടൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. വിഡ്രോ യുവർ കാറ്റ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. പെൻഡിങ് ക്യൂകോയിൻ, യുവർ റിവാർഡ്സ് ആർ കാൽക്കുലേറ്റിംഗ്, കണ്ടിന്യൂ ഫാമിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇനി എക്സ്ചേഞ്ച് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് എക്സ്ചേഞ്ച് കൊടുത്തിട്ട് മറ്റൊരു എക്സ്ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്സ്ചേഞ്ച് ലിങ്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചിലൊന്നും ഇപ്പോൾ കാറ്റ്സ് അവൈലബിൾ അല്ല. അത് വരുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കായിരിക്കും എയർ ഡ്രോപ്പ് വിഡ്രോ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ.